എല്ലാവർക്കും ജോ കിച്ചൺ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മടക്കപ്പാണ്. പലരും ഇതിനെ പല പേരിലാണ് വിളിക്കുന്നത്. ഇപ്പോൾ ചുരുട്ട് എന്നോ, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇതിനെ ലവ് ലെറ്റർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. ഉണ്ടാക്കുന്ന രീതിയിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. നിങ്ങളിപ്പോൾ ഈ രീതിയിലല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടാവും. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് തേങ്ങ, 1 മുട്ട, 1 നാരങ്ങ ഇത് മുഴുവൻ വേണ്ട, 1 ടീസ്പൂൺ നാരങ്ങ നീര്, 3/4 കപ്പ് പാല്, പഞ്ചസാര, പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഉപ്പ് എന്നിവയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ആദ്യം ഫില്ലിംഗ് തയ്യാറാക്കാം. തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയിലേക്ക് 1 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി അതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അടിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അളന്ന് വെച്ച 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇത് സ്പൂണിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് മിക്സിയിൽ അടിക്കുമ്പോഴത്തേനും മൈദയെല്ലാം അങ്ങ് തെറിച്ച് പോവും. പാലൊഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ അപ്പം വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് മിക്സിയിലോട്ട് ഒഴിച്ചിട്ട് മിക്സി കഴുകിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം കൂടി പോകാൻ പാടില്ല. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് കനം കുറച്ച് പരത്തണം. എൻ്റെ പാനിൻ്റെ നടുവോട് കുഴിഞ്ഞായതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കനം കുറച്ച് പരത്താനായിട്ട് പറ്റണില്ല. നിങ്ങൾ പരത്തുമ്പോൾ ഇത് നന്നായിട്ട് കനം കുറച്ച് പരത്തുക. നമുക്കിത് മറിച്ചിടാം. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ്. ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചുരുട്ടുക. ഇതുപോലെ തന്നെ ബാക്കി അപ്പങ്ങളും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. വളരെ ഈസി ആയിട്ട് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതിൽ നാരങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.